മാരുതി സുസുക്കി ഫ്രോങ്സ്. നമുക്കിതിൻ്റെ പ്രത്യേകത എന്തൊക്കെ നോക്കാം. വൈ പീപ്പിൾ ലവ് ദിസ് കാർ എന്ന് റോഡിൽ കണ്ടാൽ തന്നെ എല്ലാവർക്കും കാര്യം മനസ്സിലാവും. ഈ ഒരു ഫ്രണ്ട് ഡിസൈൻ കണ്ട എന്തൊരു അട്രാക്റ്റീവാണ്. ആ ഒരു നെക്സ സ്റ്റൈലിങ്, പിന്നെ ആ ഒരു ഷാർപ്പ് ഹെഡ് ലാംപ്സ്, പിന്നെ സൈഡിലേക്ക് വരുമ്പോൾ 190mm ഗ്രൗണ്ട് ക്ലിയറൻസ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. ബാക്കിലേക്ക് വരുമ്പോഴും ആ ഒരു സ്റ്റൈലിങ്ങും ആ ഒരു സ്പോർട്ടി റിയർ പ്രൊഫൈലൊക്കെ കാണാം. പിന്നെ 308 ലിറ്ററിൻ്റെ ഒരു ബൂട്ട് സ്പേസ് ഒക്കെ ഈ വണ്ടി കൊടുത്തിരിക്കുന്നത്. വളരെ അട്രാക്റ്റീവാണ് ഇതിൻ്റെ ലുക്ക് വരുന്നത്. എന്തായാലും ആരും നോക്കിപ്പോൾ അതുമാതിരി ലുക്കാണ് ഈ വണ്ടിക്ക്. ഇതിന് 3 എഞ്ചിൻ ഓപ്ഷനാണ് വരുന്നത്. 1 ലിറ്ററിൻ്റെ ഒരു ടർബോ പെട്രോൾ എഞ്ചിൻ വരുന്നുണ്ട്, അത് 3 സിലിണ്ടറാണ് വരുന്നത്. പിന്നെ ഒരു 1.2 ലിറ്ററിൻ്റെ ഒരു നോർമൽ പെട്രോൾ എഞ്ചിനും വരുന്നുണ്ട്, അത് 4 സിലിണ്ടർ വരുന്നു. പിന്നെ കൂടാതെ ഒരു 1.2 ലിറ്ററിൻ്റെ CNG എഞ്ചിനും കൂടെ അവൈലബിൾ ആയിട്ടുണ്ട് ഈ വണ്ടിക്ക്. ഇന്നിപ്പോൾ നമ്മുടെ കൂടെയുള്ളത് ഇതിൻ്റെ ആ 1.2 ലിറ്ററിൻ്റെ NA വേരിയൻ്റ് ആണ്. അഗ്രസീവായിട്ടുള്ള പെർഫോമൻസ് അല്ല, കുറച്ചുകൂടെ പെർഫോമൻസും കാര്യങ്ങളൊക്കെ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു 1 ലിറ്ററിൻ്റെ ടർബോ വേരിയൻറ്റ് കൺസിഡർ ചെയ്യാവുന്നതാണ്. പിന്നെ വളരെ സ്മൂത്ത് ആൻഡ് റിഫൈൻമെൻ്റ് ആയിട്ടാണ് ഈ എഞ്ചിൻ ഫീൽ ചെയ്യുന്നത്. പിന്നെ ഫ്യൂവൽ കൺസപ്ഷനൊക്കെ വളരെ കുറവാണ്. സിറ്റി ഡ്രൈവിങ്ങിലും ഈസി ആയിട്ട് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്നുണ്ട്. കൂടാതെ ലോങ് ഡ്രൈവ് ആണെങ്കിലും അത്യാവശ്യം കംഫർട്ടബിൾ ആണ് വണ്ടി. പിന്നെ ഇതിൻ്റെ ഇൻറ്റീരിയറിലേക്ക് വരുമ്പോൾ സ്വിച്ചസും കാര്യങ്ങളൊക്കെ യൂസർ ഫ്രണ്ടിലേക്ക് തന്നെ, കോംപ്ലിക്കേറ്റഡ് ഉള്ള തിങ്ങും കാര്യങ്ങളൊന്നുമില്ല. എല്ലാം നോർമൽ ആ മാരുതി വെഹിക്കിൾസൊക്കെ കണ്ടുവരുന്ന ആ ഒരു രീതിയൊക്കെ തന്നെയാണ് തോന്നുന്നത് ഇതിനകത്ത്. ഫ്രോങ്സിൻ്റെ ഡെൽറ്റ പ്ലസ് എന്നും പറഞ്ഞാൽ ഒരു 1.2 ലിറ്റർ NA എഞ്ചിൻ വരുന്നൊരു വേരിയൻ്റാണിത്. ഇതിൻ്റെ ഓൺ റോഡ് പ്രൈസ് വരുന്നത് 9.6 ലാഖ് ആയിരുന്നു. അപ്പോൾ ദിസ് ഈസ് മീ വിശാഖ് സിയാർ. ഇനി മറ്റൊരു വണ്ടിയായിട്ട് കാണുന്നവരേക്കും ബൈ.